മാറുന്ന നഗരങ്ങൾ എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നഗരം എന്താണ് എന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരു നഗരം എന്നത് അതിൻ്റെ ഭൗതികമായ സാഹചര്യങ്ങൾ മാത്രമല്ല, ഫിസിക്കൽ എൻവയറമെൻറ്റ് മാത്രമല്ല, അതിൽ മനുഷ്യർ, അവിടുത്തെ കഥകൾ, അവിടുത്തെ തെരുവുകൾ, അവിടുത്തെ ഓർമ്മകൾ, അവിടുത്തെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ, അവിടുത്തെ ഇത്തരത്തിലുള്ള ഇവൻറ്റുകളെല്ലാം കൂടിയാണ് ഒരു നഗരമാവുന്നത്. അങ്ങനെയുള്ള നഗരങ്ങൾക്ക് ഒരു സ്വത്വം അവകാശപ്പെടാനുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നോ? ഇനി ആവശ്യമുണ്ടോ എന്നാണ് നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്ന് വിഭിന്ന മേഖലയിലുള്ള ഏറ്റവും നല്ല പ്രമുഖരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പ്രദീപേട്ടനെ ഇവിടെ വീണ്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ 15 കൊല്ലം കേരളത്തിൻ്റെ വികസന നായകൻ, കേരളത്തിൻ്റെ പബ്ലിക് സ്പേസസിനെ ഇത്രയധികം മാറ്റിമറിച്ച് നമുക്ക് ഈ KLFൻ്റെ പബ്ലിക് സ്പേസസ് അടക്കം വിഭാവനം ചെയ്ത ഒരു വികസന നായകനാണ് നമ്മുടെ കൂടെയുള്ളത്. കോഴിക്കോടിൻ്റെ മാറുന്ന മുഖത്തിൻ്റെ ഏറ്റവും മുന്നണി പോരാളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. ശ്രീ PM റിയാസ് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ അക്ഷയ പോലെയുള്ള നൂതന ആശയങ്ങൾ മുന്നോട്ട് വെച്ച വ്യക്തി. ഇപ്പോൾ KDISCിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഇനി കേരള ഗവൺമെൻറ്റിന് വേണ്ടി എന്തൊക്കെ നൂതന ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ പറ്റും എന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ഡോക്ടർ സൗമിനി രാജ അവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൻ്റെ ഡയറക്ടറാണ്, HOD ആണ്. ഇപ്പോൾ കുട്ടികളുമായി സംവേദിക്കുന്നു. നമ്മുടെ പുതുതലമുറയ്ക്ക് ഒരു നഗരം എന്ന നിലയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് കാഴ്ചപ്പാടുകൾ എന്ന രീതിയിൽ ദിനംപ്രതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി. ഇത്രയും നല്ലൊരു പാനലിസ്റ്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ശ്രീ PM റിയാസിൽ നിന്ന് തുടങ്ങാം. നമ്മളെ ഈ പറഞ്ഞ പോലെ മാറുന്ന നഗരങ്ങൾ എന്ന് പറയുന്നതിന് മുമ്പേ ഒരു നഗരം എന്ന സങ്കല്പം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നഗരം എന്ന് പറയുന്നത് ഒരു ബൗണ്ടറിയിൽ, ഈ പറഞ്ഞ ഒരു വിക്കിപീഡിയയിൽ തിരഞ്ഞാൽ ഇത്ര സ്ക്വയർ മീറ്ററിനുള്ളിൽ ഇത്ര പോപ്പുലേഷനുള്ള ഇത്ര ബിൽഡിങ്ങുകളുള്ള ഒരു സ്ഥലം, അതാണോ നമ്മുടെ നഗരം? റിയാസ് ഇപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഡിജിറ്റൽ വേൾഡിൽ അല്ലെങ്കിൽ പുതുതലമുറക്കുള്ള പുതു ആവശ്യങ്ങളിൽ നഗരം അങ്ങനെ ഒരു ഏരിയയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടോ? അതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. വിവേക് പറഞ്ഞ പോലെ തന്നെ നഗരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കണ്ടിരിക്കുന്ന ബൗണ്ടറികളാണ്. എനിക്ക് തോന്നുന്നു മുട്ടത്ത് വർക്കി എഴുതിയ ഒരു നോവൽ വേലി എന്നാണ്. മലയാളത്തിൽ ആദ്യമായി അതിരുകൾ രേഖപ്പെടുത്തിയത് നോവലുകളിൽ വന്നിട്ടുള്ളത് ഈ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ അതോടൊപ്പം നഗരം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാറുന്ന തരത്തിൽ അത് നമ്മുടെ അനുഭവ മണ്ഡലമാണ്. ആ അനുഭവ മണ്ഡലം നമ്മുടെ കഴിഞ്ഞ കാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരളം പിറവി കൊണ്ടുവന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന കുറച്ച് നഗരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേ നമ്മുടെ പ്രത്യേകിച്ച് മലയാളിയുടെ അതൊരു ഈ ടോപ്പിക്ക് തന്നെ മാറുന്ന മലയാളിയുടെ മാറുന്ന നഗരങ്ങൾ എന്നാണ് മാറേണ്ടത്. കാരണം മലയാളി ലോകവുമായി സംവദിക്കുന്നത് മറ്റേത് സമൂഹം എടുത്തു നോക്കിയാലും ഇത്രമാത്രം ലോകവുമായിട്ട് സംവദിച്ചിട്ടുള്ള ഒരു ജനസമൂഹം വേറെയില്ല. അങ്ങനെ വരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങളെ വളരെ വേഗതയിൽ സ്വാംശീകരിക്കുന്ന ഒരു ജനസമൂഹമായി മലയാളി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയുണ്ട്. പുതിയ കാലത്തിൽ അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് പുതിയൊരു സ്കിൽ സെറ്റ് കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ മലയാളി പുതിയ കാലത്തിൽ സർവൈവ് ചെയ്യുന്നതിൽ ഏറ്റവും മിടുക്കരായൊരു വിഭാഗം. ഇപ്പം ഞാൻ തിരിച്ച് വിവേകിൻ്റെ ചോദ്യത്തിലേക്ക് വരിക. പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ കഴിഞ്ഞ ഒരു 20 വർഷത്തിനിടയിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിത പരിസരത്തിലുണ്ടായ മാറ്റങ്ങളാണ്. അവിടെ നിന്നിരിക്കുമ്പോൾ കോഴിക്കോട്ട് ഇരുന്നിരിക്കുന്ന ഒരാൾക്ക് പോലും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ലോകത്തിൻ്റെ അത് ടെക്സാസിലോ സിലിക്കൺ വാലിയിലോ മ്യൂണിച്ചിലോ ബെർലിനോ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. സ്വാഭാവികമായിട്ടും അത്തരം ഒരു പരിസരം നമ്മളിലേക്ക് കൊണ്ടുവരാനാകും നമ്മൾ ശ്രമിക്കുക. ഇപ്പം സിറ്റി എന്ന് പറയുമ്പോൾ, നഗരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിസിക്കലിനപ്പുറത്തേക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അറിയാം, അത് പ്രദീപേട്ടനൊക്കെ സംസാരിക്കാൻ പറ്റുന്ന, പണ്ടൊക്കെ കാൽപ്പനികമായി നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഗ്രാമങ്ങൾ നഗരങ്ങളെ കീഴടക്കുന്നു എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് തിരിച്ചാണ്. നഗരങ്ങൾ മൊത്തമായിട്ട് കേരളത്തിൻ്റെ മനസ്സിലേക്ക് അടക്കം മാറുന്നു. സോ മൈ ഹോൾ പോയിൻ്റ് ഈസ് ദാറ്റ് ദ ഡിജിറ്റൽ വേൾഡ്, നമ്മൾ പറയുന്ന മെറ്റാവേഴ്സിൻ്റെ രീതിയിലേക്ക് അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, ഡിജിറ്റൽ സ്പേസിലെ നമ്മുടെ അനുഭവ തലങ്ങളെ അതുകൂടി ഇതിൻ്റെ ഭാഗമായി കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഒരു ഭൂമിയായിട്ടാണ് കേരളം എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ.
അപ്പം കേരളത്തിൽ ഇപ്പോൾ ഉള്ള നഗരങ്ങൾക്ക് സ്വത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അത് വേണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടത്തിലെ ചോദ്യം ഉണ്ടായിരുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത സ്പീക്കറിലേക്ക് എത്തും. ഈ സ്വത്വം എന്ന് പറയുന്നത് എനിക്ക് ഐഡന്റിറ്റി ഉണ്ടോ? ഞാനൊരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നോക്കുന്നത്, വ്യക്തി എന്ന കാര്യം വരുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോഴും വ്യക്തി എന്നുള്ളതിന് ദ്വന്ദ്വത്തിന് കുറച്ചുകൂടി പ്രാമുഖ്യം നൽകിയത്. അപ്പം നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് വരുന്നത്. ഇത് കേരളത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ കേരളം രൂപപ്പെട്ട സംഖ്യ നമ്മളെന്നതിന് വളരെ പ്രാമുഖ്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് നഗരവൽക്കരണം വന്നപ്പോൾ വ്യക്തിയിലേക്ക് അത് ചുരുങ്ങിയാണോ എന്ന് എനിക്കറിയത്തില്ല, ആ സെൽഫിഷ്നെസ്സിൻ്റെ എലമെൻ്റ് കുറച്ച് കൂടുതലായിട്ട് വരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. അതായത് എനിക്കറിയാം അവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇപ്പോൾ ആർക്കിടെക്ചർ മേഖലയിൽ ഏറ്റവും ഒരു പേരുകേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഡിജിറ്റൽ മെറ്റാവേഴ്സ് സ്റ്റുഡിയോ അവിടെ നടന്നതായിട്ട് അറിയാം. അവിടെ പുതുതലമുറ ഈ ആർക്കിടെക്ചർ വേൾഡുമായിട്ടും അല്ലെങ്കിൽ അർബൻ പ്ലാനിങ്ങുമായിട്ടുള്ള ഒരു പുതുതലമുറ അവിടെ വളർന്നു വരുന്നുണ്ട്. ഈ റിയാസ് പറഞ്ഞതുപോലെ നഗരം എന്ന സങ്കല്പം നമ്മുടെ ഒരു ജനറേഷനും അല്ലെങ്കിൽ ഇനി അടുത്ത ജനറേഷൻ കാണുന്ന ഒരു നഗരം എന്ന സങ്കല്പം മാറുന്നുണ്ടോ? പുതുതലമുറ ഒരു നഗരം എന്ന സങ്കല്പത്തെ എങ്ങനെയാണ് കാണുന്നത്? Thank you, Vivek. Thank you, Riaz. Before I before I go into how the younger generation looks at cities, I think we need to really rethink if there is a city. And I would like to emphasize here that in every city there are multiple cities, and therefore there are multiple identities. Usually we tend to say there's a city of joy, there's a city of dreams, there's a city of literature. Whose perceptions are these? And if the city belongs to individuals, and I kind of disagree with that city belongs to communities, groups, systems. Although it has an economic force that builds that city. Today, if we are talking about a city in Kerala, it does not just belong to the Malayalam-speaking population of Kerala. It belongs to the continuous migration that we are seeing into Kerala cities and who finds their identity and their space within this geographical region. So having said that, and as a person who's continuously engaging with the younger generation, the understanding of what city is, or the city that we live in, has changed tremendously over the past few years. I'll give you three anecdotal situations. One, we at our school, and I know many schools take students for exposure visits to several big cities in India. And very recently we happened to take students for a study in Kolkata city. Our generation has known Kolkata city and experienced Kolkata city through literature, through movies and through theatre and so on and so forth, or probably through Rabindra Sangeet and all of that. We enjoyed every bit of decay that we saw there, but empathized with it. But for the students who came along with us, it was traumatic. For them, working or walking in the city was traumatic. For them, probably staying inside a metro station and making references was much easier than walking few kilometers in the city. The second anecdote that I want to speak to you about is how do we participate in contributing to the city building per se. Now, for a generation that spends most of its time in the digital media, and as you rightly said, we had run game and metaverse studios in our school, they find their aspirations much more in a digital form or a second life kind of a situation, where they can build what they want to build and not get restricted by the forces, the real forces that shape the cities. So in that sense, how much of a citizen are you who can contribute to the city building has now sort of dwindled and restricted into the aspiration of being free in the second world or second life. And probably thirdly, it's this
idea of, as I said, there is a sense of people migrating into the cities in Kerala, and city belongs to a lot of people. There is a kind of migration of the current generation outside of Kerala, outside of our city limits, trying to find new avenues for their education. There are many, many students who do not want to spend even their bachelor days in our cities. They want to go to UK, they want to go to US, and sometimes you even find people going to China. So their perceptions of city and being a citizen is very, very different, and the possibilities of imagination that these countries and experiences offer to them is way more than probably what they see in the Indian cities, or for that matter, the cities of Kerala. So the point that I'm trying to bring in here is, I do not know whether our generational understanding can be static of a city, and therefore I think we need to speak more about the multiple identities, multiple generational perceptions, and therefore city not as a single entity but of multiplicities. അപ്പം റിയാസ് പറഞ്ഞു നമ്മുടെ നഗരത്തിന് ഒരു പ്രത്യേക ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു ഏരിയ സങ്കല്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഡോക്ടർ സൗമിനി പറയുന്നു നഗരം എന്നത് ആരുടേതാണ്, ഈ സിറ്റി ഓഫ് ലിറ്ററേച്ചർ ആരുടേതാണ്, നമ്മുടെ കോഴിക്കോട് നിന്ന് ജനിച്ച് വളർന്നവരാണോ, കോഴിക്കോടിനെ ഏറ്റെടുത്തവരാണോ, കോഴിക്കോട് വന്നു പോകുന്നവരാണോ, അല്ലെങ്കിൽ ആരുടേതാണ്. അതേപോലെ തന്നെ പുതിയ തലമുറ നഗരത്തെ അല്ലെങ്കിൽ ഈ സങ്കല്പത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. ഇനി പ്രദീപേട്ടനിലേക്ക് പോവാണ്. പ്രദീപേട്ടൻ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു പാർട്ടായിരുന്നു കഴിഞ്ഞൊരു 15 വർഷം. പ്രതിഭയുടെ സങ്കല്പത്തിൽ ഈ പറയുന്ന നഗരം ഇപ്പം ഡിജിറ്റൽ വേൾഡും പറഞ്ഞു, പുതിയ പിന്നെ ജനറേഷൻ്റെ സങ്കല്പം പറഞ്ഞു. അതേപോലെ തന്നെ പുതിയ ജനറേഷൻ മൊത്തം പഠിക്കുവാനായി നമ്മുടെ നഗരം വിടുവാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്രോബബ്ലി ഇങ്ങനെ എഡ്യൂക്കേഷണൽ മൈഗ്രേഷൻ വരുന്നത്? അവരുടെ സങ്കല്പത്തിലെ നഗരം നമുക്ക് ഇത്രയും കാലമായി നമ്മൾ അവരെ മനസ്സിലാക്കാതെ നമ്മുടെ ഡെവലപ്മെൻറ്റ് നടത്തിയോണ്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സങ്കല്പത്തിൽ ഒരു നഗരം എന്താണ്? ഒന്ന്, ഈ നമ്മുടെ നഗരം എന്ന് പറയുന്നത് ഇപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഡിസ്കഷൻ വന്നത്. പൊതുവായി നഗരത്തെക്കുറിച്ച് പറഞ്ഞ കരുവില്ലേ, കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്, നമ്മൾ കോഴിക്കോടിൻ്റെ കോണ്ടെക്സ്റ്റ് എത്തിയിട്ടില്ല. അല്ല, കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തു വന്നപ്പോൾ സ്പെസിഫിക്കായി ഒരു സ്പെസിഫിനായി നമുക്ക് എടുക്കാവുന്നത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് എടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ നഗരം എന്ന് പറയുന്നത് ഈ ഒരു റവന്യൂ അതിർത്തികൾക്കുള്ളിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ വാർഡുകളുടെ അതിരുകളിൽ നിൽക്കുന്ന ഒന്നല്ല ഒരു നഗരജീവിതം വികസിച്ചു വരുന്നത്. അതൊരു ഫ്ലോയാണ്, ഒരു വലിയ ഒരു എന്താ പറയുക, നഗരത്തിൻ്റെ തന്നെ. ഇപ്പം വേറൊരു കാര്യം ചോദിച്ചല്ലോ, നഗരത്തിന് സ്വത്വമുണ്ടോ എന്ന ചോദ്യം ആദ്യം ചോദിക്കേണ്ടായി. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. പക്ഷേ നഗരത്തിന് സ്വത്വമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇതുപോലെ വളരെ സ്പെസിഫിക്കായ അതിർവരമ്പുകൾ ഇട്ട് നിൽക്കുന്നതല്ല. അത് ഒരു ചരിത്രാതീത കാലഘട്ടം മുതലുള്ള ജനങ്ങളുടെ ഒരു പ്രയാണത്തിലൂടെ രൂപപ്പെട്ടു വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ കോഴിക്കോടിൻ്റെ ഒരു സ്വത്വം എങ്ങനെയാണ്, അതിൻ്റെ ഒരു പ്രത്യേകത? അത് മറ്റെല്ലാ നഗരവും കോഴിക്കോട് ഒരുപോലെയാണ്. നമ്മൾ കേരളത്തിലെ എല്ലാ നഗരങ്ങൾക്കും പൊതുവായ ഇതുണ്ട്. ഇന്ത്യയിലാകെയുള്ള നഗരങ്ങൾക്ക് ചില പൊതുവിശേഷങ്ങളുണ്ടാവും. കേരളത്തിന് അതിൻ്റെ ഒരു പൊതുവായ ഭാഷ, സംസ്കാരം, അതിലൊക്കെ പൊതുവായ പിന്നെ ഗുണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങളുണ്ടാവും. പക്ഷേ ഓരോ നഗരത്തിനുമുണ്ട് വ്യത്യസ്തതകളുണ്ടാവും. ഇപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ ഇപ്പോൾ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോഴിക്കോട് പണ്ടേ ഉണ്ടായിരുന്നവരതാണോ, വന്നു ചേർന്നവരുടേതാണോ, അങ്ങനെയൊക്കെ ചേർത്ത് ചോദിച്ചല്ലോ. സത്യത്തിൽ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചേർന്നതാണ്. എന്താണ് കോഴിക്കോട് എന്നുള്ളത് തന്നെ. ഇപ്പോൾ ഈ നമുക്കിവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ വന്നു ചേർന്ന ഗുജറാത്തി സമൂഹം കോഴിക്കോട്ടുണ്ട്. സാമൂതിരിയുടെ കാലത്ത് വന്നു ചേർന്ന തമിഴ് ബ്രാഹ്മണ സമൂഹമുണ്ട്. പണ്ട് പാർസി വിഭാഗം വലിയ നിലയിലുണ്ടായിരുന്നു. പിന്നെ ബട്ടക്കോളീസ്, അങ്ങനെ പല സാമൂഹ്യ വിഭാഗങ്ങൾ, സമുദായങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. പല സാംസ്കാരിക ധാരയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരെല്ലാം ഉണ്ട്. ഇവരെല്ലാം ചേർന്നതാണ് കോഴിക്കോട്. ഇവരെ മാറ്റിക്കൊണ്ടൊരു കോഴിക്കോടില്ല. കോഴിക്കോടിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഗുജറാത്തി കമ്മ്യൂണിറ്റിയെ മാറ്റി, തമിഴ് ബ്രാഹ്മണ സമൂഹത്തെ മാറ്റി കോഴിക്കോടില്ല. അത് കോഴിക്കോടല്ല.
പണ്ടേ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളെ മാത്രം വെച്ചല്ല, ചരിത്രത്തിലെ പഴയ വളരെ പൗരാണിക കാലഘട്ടങ്ങളിൽ തന്നെ വന്നു ചേർന്ന് ഈ നഗരജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നവർ കൂടെ ചേരുന്ന കോഴിക്കോടാണ്. അവരെല്ലാം വികസിപ്പിച്ചിട്ടുള്ളൊരു പിന്നെ സംസ്കാരമോ ജീവിത രീതിയോ ഇതെല്ലാമാണ് കോഴിക്കോടിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇതിൽ കോഴിക്കോടിൻ്റെ പഴയ രാജഭരണകാലം ഒരു ഘടകം. ഇപ്പോൾ സാമൂതിരി രാജഭരണകാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കാർക്കും മറ്റു പല രാജാക്കന്മാരെ കുറിച്ച് ഭരണകാലത്തെക്കുറിച്ച് പറയുന്ന ക്രൂരതകളോ അല്ലെങ്കിൽ മറ്റ് ദുഷിച്ച രീതികളോ ഒന്നും അധികം പറയാനില്ല. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട കാര്യങ്ങളുണ്ടാവാം. അവർ മനുഷ്യർക്കിടയിൽ സ്നേഹവും കൂട്ടായ്മയൊക്കെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതസൗഹാർദ്ദത്തിന് വേണ്ടി നിന്ന രാജഭരണത്തെക്കുറിച്ച് നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഉണർവിന് വേണ്ടി രേവതി പട്ടത്താനം പോലുള്ള വിദ്വൽ സദസ്സുകൾ, സാഹിത്യ സദസ്സുകൾ, ഇപ്പോൾ ഈ കോണ്ടക്സ്റ്റിനാണ് KLFൻ്റെ കോണ്ടക്സ്റ്റിനാണ് പറയുന്നത്. രാജഭരണകാലത്ത് തന്നെയുള്ള സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഒരു ട്രഡീഷൻ ഇവിടെയുണ്ട്. പിന്നീട് വന്നത് നമ്മുടെ ഓർമ്മയിലുള്ള ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ബോധത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ ഘടനയിലോ ഒക്കെ സ്വാധീനിച്ചിട്ടുള്ളത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. ദേശീയ സ്വാതന്ത്ര്യ സമരം നടന്ന ഒരു സ്ഥലമാണ് ഈ കോഴിക്കോട് ബീച്ച്. ഉപ്പ് സത്യാഗ്രഹം നടന്നു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കൃഷ്ണപിള്ളി കടിയേറ്റതിൻ്റെ പിന്നെ സിംബോളിക്കായിട്ടുള്ള ശില്പമാണല്ലോ നിങ്ങളുടെ ഫ്രീഡം സ്ക്വയർ ഉള്ളത്. ഫ്രീഡം സ്ക്വയർ ഇവിടെ ഉണ്ടാവുന്നത് പോലും അതിൻ്റെ ഒരു മെമ്മറി ആയിട്ടാണ്. അപ്പോൾ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരം പോലും ഇവിടെ വികസിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമാക്കായിരുന്ന രാഷ്ട്രീയ ധാരകൾ അവരുടെ തുടർന്ന് വന്ന അതിൻ്റെ തുടർച്ചയേറ്റെടുത്തുകൊണ്ട് ഇവിടെ പുരോഗമന തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ട് വന്നപ്പോൾ, അതുപോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ജാതി വ്യവസ്ഥക്കെതിരെയുള്ള നവോത്ഥാന മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടായി. ഇവരെല്ലാമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ഭാവുകത്വത്തെ, നമ്മുടെ ജീവിതത്തിൻ്റെ കോഴിക്കോടൻ ജനതയുടെ ഒരു ഭാവുകത്വത്തെ വികസിപ്പിച്ചതെന്ന് പറയാൻ കഴിയും. ഇവിടെ നേരത്തെ ഉള്ള സെഷനിൽ സംസാരിക്കുന്ന സമയത്ത് ആ ഭാഗം അവിടെ ടി കുഞ്ഞിക്കണ്ണൻ സംസാരിക്കുമ്പോൾ പറയുന്നത് കേട്ടു. കോഴിക്കോട് വർഗീയമായിട്ടുള്ള ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പഴയ കാലത്ത് നടന്നതും അതിനെ കോഴിക്കോട് പ്രതിരോധിച്ചതും. ഇവിടെ നമ്മളെ ഓർമ്മയിൽ ഉണ്ടല്ലോ മാറാട് കലാപം. അവിടെ മനുഷ്യന്മാരെ പരസ്പര മതത്തിൻ്റെ പേരിൽ കൊന്നു തള്ളിയല്ലോ കൂട്ടത്തോടെ. ഈ നഗരം 10 കിലോമീറ്ററല്ല ഇവിടെ നിന്ന് അപ്പുറത്ത്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും ഉത്തരേന്ത്യയിലുള്ള നഗരത്തിൻ്റെ പാർശ്വഭാഗത്ത് ഇത് 10 കിലോമീറ്റർ ചുറ്റളവിൽ അതുപോലൊരു കലാപം നടന്ന നഗരം കത്തും. പക്ഷേ ഈ നഗരം കത്തിയില്ല. കത്താതിരുന്നത് എന്തുകൊണ്ടാണ്? ആ കലാപത്തെ സംഭവിച്ച വാർഡിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ ചവിട്ടി ഒതുക്കി നിർത്താൻ കോഴിക്കോട്ടെ ആളുകൾക്കാകെ കഴിഞ്ഞു. അവരുടെ മാനവികതയ്ക്കും മതനിരപേക്ഷ മനോഭാവത്തിനും കഴിഞ്ഞു. ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇത് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയുടെ ചരിത്രപരമായിട്ടുള്ള വികാസഘട്ടങ്ങളിലൂടെ, നമ്മുടെ പാരസ്പര്യത്തിലൂടെ, ആശയവിനിമയത്തിലൂടെ അങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. നമ്മുടെ നന്മകൾ എല്ലാവരെയും സ്വീകരിക്കുകയും സൽക്കരിക്കുകയും സ്നേഹിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന രീതി. അതേപോലെ കോഴിക്കോടിൻ്റെ നന്മകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള സാഹിത്യോത്സവങ്ങൾക്ക് ആസ്വാദകരായ അനുവാചകരായ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടെ മറ്റെവിടെയും കാണാത്ത നിലയിൽ ഒരു കഥാകൃത്ത് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് പോയി ഭാഗഭാക്കായിട്ടുണ്ട്. ഒരു കഥാകൃത്ത് തൻ്റെ കഥ അളകാപുരിയിലൊക്കെ വന്ന് അവിടെ പുൽത്തകടിയിൽ നിന്ന് വായിച്ചവതരിപ്പിക്കും. ഖാദർ അങ്ങനെ കഥ വായിച്ചവതരിപ്പിക്കുന്നത് ഞാൻ നേരിട്ട് സാക്ഷിയായി ഇരുന്നിട്ടുണ്ട്. പലരും പെട്ടെന്ന് വലിയ ആളുടെ പേര് മാത്രം പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ അത് കേൾക്കാൻ കുറേ ആസ്വാദകർ ഒത്തുയരുന്നു. ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടും, അഭിപ്രായം പറയും. ഇത് വേറെ എവിടെയും കാണുന്നില്ല. ഇപ്പോൾ ഞാൻ കോഴിക്കോടിനെ ഇങ്ങനെ രൂപപ്പെടുത്തുന്നതിൽ സാഹിത്യവും സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഭാഗമാണ്. ഇവിടുത്തെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഈ സാഹിത്യവും കലയും സംഗീതവും സാംസ്കാരിക പ്രവർത്തനങ്ങളും രാഷ്ട്രീയവും ഇടപിരിക്കാനാകാത്ത വിധം ഇടകലർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇവിടെ കാണാൻ പറ്റും. അത് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാന കാലം മുതൽ വികസിപ്പിച്ച ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചേർത്ത് പോകുന്നൊരു അന്തരീക്ഷമാണ്. അത് മറ്റെല്ലാ സ്ഥലത്തും ഒരുപോലെ കാണാൻ കഴിയില്ല. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു അന്തരീക്ഷം, അത് ഒരു ഐഡൻറ്റിറ്റി കോഴിക്കോടിനുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോടിനുണ്ട്. ഇതുപോലെ മറ്റു പല നഗരങ്ങൾക്കും അതിൻ്റേതായ ചില സവിശേഷതകളുണ്ടാകും.
ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ മാത്രമേ ഉള്ളൂ എന്നല്ല. പക്ഷേ ഇവിടെ നമ്മൾ അനുഭവപ്പെടുന്ന നമുക്ക് എന്താണ് അതിൻ്റെ ഒരു അനുഭൂതിയിലാണ് നമ്മളെല്ലാം ഇവിടെ പഠിച്ചതും വളർന്നതും ജീവിച്ചു വന്നതും അല്ല, ഈ ഒരു അനുഭൂതിയിലാണ്. അതിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വ്യവഹാരങ്ങളുണ്ടല്ലോ, അതിന് നിങ്ങൾക്ക് ഈ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാന കാലം മുതൽ രൂപപ്പെട്ടു വന്ന ഈ ഒരു ഔന്നത്യം കാണാൻ പറ്റും. ഔന്നത്യം പൊതുവായിട്ട് കാണാൻ പറ്റും. അതിൽ നിന്ന് വ്യതിചലിച്ച് അരോചകമായ രീതിയിലേക്ക് ആർക്കും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അധികകാലം നിൽക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. രാഷ്ട്രീയം ഞാൻ പ്രത്യേകം കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിർണ്ണയിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളുണ്ട് എന്നതാണ് ഉള്ളത്. പിന്നെ ഈ നഗരമാളുകൾ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നഗരം വിട്ടു വന്ന് വിദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, പഠിക്കാൻ ജോലിക്കൊക്കെ ആയിട്ട് ഇവിടെ രക്ഷയില്ലാത്തതിന് അത് ഗതികെട്ട് പോകുന്നതല്ല. പഴയ കാലത്ത് നമ്മൾ ഗൾഫിലേക്കൊക്കെ ഉള്ള ഒരു കുടിയേറ്റം സംഭവിച്ചത് എങ്ങനെയാണ്? നമ്മുടെ കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ വിഷമങ്ങൾ അനുഭവിച്ച് ഒരു ജോലിക്ക് വേണ്ടി ജീവിതം നിലനിർത്താൻ വേണ്ടിയുള്ള പോക്കായിരുന്നു അത്. ഇന്നുള്ള പോക്ക് അങ്ങനെ മെച്ചപ്പെട്ട ജോലികൾക്കൊക്കെ വേണ്ടി ഉന്നതമായി പഠിച്ചു കഴിഞ്ഞാൽ മെച്ചപ്പെട്ട ജോലിക്ക് പോകുന്നുണ്ടാവാം. പക്ഷേ ഇതങ്ങനെ മാത്രമല്ല. ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ നമ്മളെ ഈ പറഞ്ഞ സവിശേഷതകളുള്ള നഗരജീവിതമെല്ലാം അവരുടെ മനസ്സിൽ അങ്കുരിപ്പിച്ചിട്ടുള്ള അവരുടെ സ്വപ്നങ്ങളും മോഹങ്ങളും അതുപോലെ ചിന്തകളും സ്വാതന്ത്ര്യവാഞ്ചയും ഇതെല്ലാം അവരെ പുറത്തേക്ക് യാത്രയാകുന്നതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗതികേടിന്നല്ല, കേരളം കൈവരിച്ച, കോഴിക്കോട് കൈവരിച്ച സാമൂഹ്യമായിട്ടുള്ളൊരു വളർച്ച, സാമ്പത്തികവും സാമൂഹികമായ വളർച്ചയിൽ നിന്നാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ പരമാവധി കോഴിക്കോട്, ഞാനൊരു ഗ്രാമത്തിൽ പഠിച്ച ആളാണ്, ഞാൻ കോഴിക്കോട്ട് ആയി മാറി. കോഴിക്കോട്ടെ നഗരത്തിലെ കോളേജിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതേ ചിന്തിക്കാൻ പറ്റൂ. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല. അവർക്ക് യൂറോപ്പിൽ പോയി പഠിക്കാൻ, അമേരിക്കയിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള ശേഷിയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിരിക്കുകയാണ്. ഒരു ലോൺ എടുത്തെങ്കിലും കുട്ടി ആഗ്രഹിച്ചാൽ പോയി പഠിപ്പിക്കാവുന്ന നിലയിലേക്ക് നമ്മുടെ സാമൂഹ്യ ജീവിതം വളർന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പോക്കുണ്ട്. അതെല്ലാം കൂടെ കേട്ട് ഇവിടെ ഒന്നിനും കൊള്ളാത്തത് കൊണ്ടാണ് പോകുന്നതെന്നുള്ള വ്യാഖ്യാനം ചമക്കാൻ കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ശരിയല്ല. അങ്ങനെ നമുക്ക് മികച്ച ചില പ്രത്യേക സവിശേഷമായ ചില തൊഴിലുകൾ നമുക്കിവിടെ ലഭ്യമല്ലാത്തതിന് പോകുന്നുണ്ടാവാം. നമ്മളിപ്പോൾ നമ്മളെ കുട്ടികൾ പോകാൻ നോക്കുമ്പോൾ എന്താ പറയൽ, ഇവിടെ പഠിക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, പൊളിറ്റിക്കൽ സയൻസോ എക്കണോമിക്സോ പഠിക്കാൻ ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസിലേക്ക് ആൾ പോകുന്നുണ്ട്. എന്താ ഇവിടെ അതിനേക്കാൾ മികച്ച കോഴ്സ് ഇവിടുത്തെ ദേവഗിരി കോളേജിലോ അല്ലെങ്കിൽ മഹാരാജാസിലോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. അപ്പോൾ അവർ പറയാം അവർക്ക് പുറത്തൊക്കെ പോയിട്ട് ഒരു എക്സ്പോഷർ ഉണ്ടാവട്ടെ. ഈ എക്സ്പോഷറിന് വേണ്ടി പോകാൻ മോഹിക്കുന്ന കുട്ടികളെ പറഞ്ഞേക്കാനുള്ള കെൽപ്പിലേക്ക് ഈ സമൂഹം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ പ്രത്യേകത. ഇന്ത്യയിൽ മറ്റൊരു സമൂഹത്തിനും ആ നിലയിലേക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിൻ്റെതായ ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ന് കാണണം. അപ്പോൾ അതിൽ അഭിമാനിക്കുന്നതിന് പകരം അതിനെ വളരെ നിഷേധാത്മകമായിട്ട് നമ്മൾ സമീപിച്ചിട്ട് നമ്മൾ അവനവനെക്കുറിച്ച് തന്നെ നമ്മളെ മതിപ്പ് കുറവുമല്ലോ. ഇപ്പോൾ ഒരാൾക്ക് ഏറ്റവും നല്ല അറിവുണ്ട് എന്ന് പറഞ്ഞാൽ മലയാളം ശുദ്ധമായി സംസാരിക്കാതിരിക്കുകയും വിക്കി കൊച്ചി ഇംഗ്ലീഷൊക്കെ ചേർത്ത് പറയുന്ന ആൾക്കാണ് നല്ല വിവരമുള്ളതെന്ന് ചിന്തിക്കുകയും വളരെ സ്ഫുടമായും ശുദ്ധമായിട്ട് മലയാളം സംസാരിക്കുന്ന ആൾക്ക് യാതൊരു വിവരമില്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ജൂഡോ ചില കാര്യങ്ങളുണ്ടല്ലോ, സമീപനമുണ്ട്. അത് സമൂഹത്തിന് സ്വാഭാവികമാണ്. ഈ ഒരു ഇടത്തരം വിഭാഗങ്ങൾ വളർന്നു വരുമ്പോൾ ഒക്കെ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ ആശയപരമായ സമരത്തിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. വേറൊരു കാര്യം കൂടി, ഈ യാത്രയെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. വിദേശങ്ങളിലേക്ക് പോകുന്ന വേറൊന്ന്, നമ്മളെ ആളുകൾ വല്ലാത്ത സ്വാതന്ത്ര്യമോഹികളാണ്. അത് നമ്മൾ തന്നെയാണ് ആ സ്വാതന്ത്ര്യമോഹം ഉണ്ടാക്കിയത്, നമ്മുടെ പുതിയ തലമുറയെ. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലം കിടക്കുന്ന, ഇപ്പോൾ പുതിയ തലമുറയുടെ ഭാഷയെ പറഞ്ഞാൽ തന്തവൈബ് വ്യക്തിയുടേതല്ല, സമൂഹത്തിൻ്റെ തന്തവൈബിൽ എങ്ങനെയെങ്കിലും കുതറിച്ചാടാനുള്ള അവസരം നോക്കി നിൽക്കുന്ന തലമുറയുണ്ട്. അവർക്കുള്ള അവസരം എന്താ? നിങ്ങളുടെ പെർമിഷനോടുകൂടെ, രക്ഷിതാക്കളുടെ പെർമിഷനോടെ പോകാൻ ഉള്ളത് എനിക്ക് പഠിക്കണം അല്ലെങ്കിൽ നല്ല ജോലി അന്വേഷിച്ച് പോകണം, അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മളെ തന്നെ ചില ദൗർബല്യങ്ങളെ പരിഹരിക്കുകയാണ് വേണ്ടത്. അതായത് ഒരു തരത്തിൽ ഇവിടെ ഉള്ള പലപ്പോഴും അസംബന്ധങ്ങളും ആചാരങ്ങളും ചില ആധിപത്യ ശ്രമങ്ങളും അതൊക്കെ അംഗീകരിക്കുന്ന നിലയിലല്ല നമ്മുടെ പുതിയ സമൂഹമുള്ളത്. അപ്പോൾ അത് അവരുടെ ഒരു കാര്യം കൂടെ നോക്കുക, നമ്മുടെ സദാചാരബോധം അല്ലെങ്കിൽ നീതിബോധം, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പഴയ തലമുറയല്ലല്ലോ, പിതാക്കന്മാരുടെയോ അല്ലെങ്കിൽ മുത്തച്ഛന്മാരുടെ തലമുറ നിശ്ചയിച്ച വഴിയിലല്ല നമ്മൾ പോയത്. നമ്മൾ കുറേ കൂടെ അവരിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള
ചില ചുറ്റുപാടുകളിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും പിന്നെ പുതിയ തലമുറ അവരുടെ പിന്നെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ചിന്ത, ഡിസിപ്ലിൻ അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കും. അവരത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലയിൽ നമ്മൾ ആ കാര്യങ്ങളെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അപ്പം റിയാസും സൗമിനിയും സംസാരിച്ചപ്പോൾ ഒരു നഗരം എന്നതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രതിപാഠം പറഞ്ഞത് കോഴിക്കോട് എന്നതൊരു വികാരമാണ്. ആ വികാരം ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് കൂടിയാണ്. മാത്രമല്ല, ഈ പറയുന്ന എഡ്യൂക്കേഷണൽ മൈഗ്രേഷൻ അതൊരു സെലിബ്രേറ്റഡ് കാര്യമായിട്ടാണ് ഇപ്പോൾ പ്രതിപാഠം അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് പ്രതിപാഠം പറഞ്ഞുള്ള ഒരുപാട് വസ്തുതകളുണ്ട് താനും. പക്ഷെ ഒരുപാട് മാധ്യമ വിചാരണ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ മൈഗ്രേഷനിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഇത്രയും ആൾക്കാർ, ഇത്രയും യുവജനങ്ങൾ ഇവിടുന്ന് പോകുന്നു, അവരിവിടത്തേക്ക് തിരിച്ചു വരുന്നില്ല, നമ്മുടെ നഗരങ്ങളൊക്കെ ഒരു വയോജന നഗരങ്ങളായി മാറുന്നു. അങ്ങനെ നടക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ നഗരങ്ങളുടെ ഭാവി എന്നുള്ളൊരു ചർച്ചയൊക്കെ അതിൻ്റെ പാർട്ടായിട്ടുണ്ട്. അതിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പേ ഇവിടുന്ന് പോയി ഈ നഗരം വിട്ട ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, പല സ്ഥലങ്ങളിലും പോവുകയും അവിടെ വർക്ക് ചെയ്യുകയും തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവിടെ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ വളരെ നൂതനമായ ആശയത്തിലൂടെ, വളരെ ഒരു ഡിജിറ്റൽ നഗരം എന്നൊരു ആശയത്തിലൂടെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യം സ്വന്തം വീടുകളിലും സ്വന്തം വീടുകൾക്ക് തൊട്ടടുത്തുള്ള സ്റ്റാർട്ടപ്പ് ഒരു കോവർക്കിംഗ് സ്പേസുകളും ഉണ്ടാക്കിയെടുക്കുന്ന വളരെ നൂതനാശയം ഗവൺമെൻറ് മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ശ്രീ PM റിയാസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചെറിയ വില്ലേജുകൾ പോലും നഗരം എന്ന സ്വഭാവത്തിലേക്ക് മാറും. ഈ പറയുന്ന പുറമേയുള്ള ആൾക്കാർക്ക് അതേ സൗകര്യങ്ങൾ, അതേ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ ചെറിയ വില്ലേജുകളിൽ ഒരുക്കുവാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, അങ്ങനെയുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പ്രദീപേട്ടൻ പറഞ്ഞ ഈ നഗരം എന്നൊരു വികാരം പിന്നെയും നിലനിൽക്കാൻ സാഹചര്യമുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യവുമായിട്ട് റെസ്പോണ്ട് ചെയ്യാന്ന് തോന്നുന്നു ആദ്യം. നമ്മുടെ ഇവിടുന്ന് പോകുന്ന, കാരണം പ്രതിപേട്ടൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ആളാണ്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന, പുറത്ത് പോയി പഠിക്കുന്നതിനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഒരു പശ്ചാത്തലം, പണ്ട് ഇവിടെ പഠിച്ച് കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യായിരുന്നു. അതിന് 3 ഘട്ടങ്ങളായിട്ടാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ കേരളത്തിന് വെളിയിൽ പഠിച്ച് ഇന്ത്യക്ക് വെളിയിൽ പോയി ജോലി ചെയ്യുന്നതായി. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോഴും 3ാമത്തെ ഘട്ടം വെളിയിൽ പോയി പഠിച്ച് വെളിയിൽ ജോലി ചെയ്യുന്നതായി മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതിൻ്റെ 4ാമത്തെ ഘട്ടം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പം ഇന്നലെ 2 ദിവസമായിട്ട് വയനാടായിരുന്നു ഉണ്ടായിരുന്നത്. വയനാട് ഞാനൊരു ഒരു കോവർക്കിംഗ് സ്പേസിൽ താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ജർമ്മൻ ആളുകളായിരുന്നു അവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ബീച്ചിൻ്റെ അങ്ങേയറ്റത്ത് KTDCയുടെ അവിടെ ഒരു വർക്ക് സ്പേസ് ഇരിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് പലരും വർക്ക് ചെയ്യുന്നുണ്ട്. കോവളത്ത് വർക്കലയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പിന്നെ ഊബർ ഉണ്ടാക്കിയത്, പിന്നെ ട്രാവിസ് ഊബർ ഉണ്ടാക്കിയത് കേരളത്തിലിരുന്നു കൊണ്ടാണ്. ലോകത്ത് മുഴുവൻ തൊഴിലിൻ്റെ രീതികൾ മാറിയിട്ടുണ്ട്. ഈ തൊഴിലിൻ്റെ രീതി മാറുന്നതിന് പണ്ടത്തെ പോലെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എല്ലാവരും കൂടി വരേണ്ട ആവശ്യമില്ല. അതിനൊരു വലിയൊരു പ്രശ്നമുണ്ടെന്ന് എനിക്കത് വളരെ വ്യക്തിപരമായി എടുപ്പത്ത. നമ്മുടെ ജോലികൾ മുഴുവൻ സിറ്റി സെൻട്രിക് ആയിട്ട് വരുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ അതിലെ ഏറ്റവും വലിയ ബാധിക്കുന്ന സ്ത്രീകളെയാണ്. പലർക്കും സ്ത്രീകൾ വർക്ക് ഫോഴ്സിലേക്ക് വരുന്നതിൻ്റെ എണ്ണം കുറയുന്നു. കേരളത്തിലെ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 80% കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ ഡൊമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ വർക്ക് സ്പേസിൽ അവരുടെ പ്രാതിനിധ്യം 24%. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം സിറ്റികളിലായിട്ട് തൊഴിൽ എടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് അവർ തൊഴിലെടുക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം കൂടുന്നത്. കാരണം അവർക്ക് രാവിലെ കുട്ടി വീട്ടിലെത്തുന്നതിന് മുൻപ് പോയി വരാവുന്ന ഇടത്ത് തൊഴിലെടുക്കുന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇത് നോക്കുമ്പോൾ കേരളം ആർജിച്ച നേട്ടങ്ങളുടെ ഭാഗമായിട്ട്, ഇപ്പോൾ നേരത്തെ പ്രതിവേട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ പ്രതിശീർഷ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 2,45,000. അത് ഇവിടെ വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഗുജറാത്തിനെക്കാട്ടി മുകളിലാണ്. ഗുജറാത്തിൽ അതിൽ താഴെയാണ്, 2,43,000 ഉള്ളൂ. 11ാമത്തെ സ്ഥാനത്താണ് കേരളം. കേരളം പോലുള്ളൊരു കുഞ്ഞു സംസ്ഥാനം ഇന്ത്യയുടെ മൊത്തം വികസന നിലയെടുക്കുകയാണെങ്കിൽ 11ാമത്തെ സംസ്ഥാനത്തിനാണ്. വേറൊരു കാര്യം കൂടെ, പ്രത്യേകിച്ച് ബഡ്ജറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പറയേണ്ടത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്തിന് സർക്കാരിന് പണം വരുന്നത് 3 തരത്തിലാണ്. ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം, ഒന്ന് രണ്ട് തരത്തിൽ, 2 സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ഷെയറാണ്. കേരളത്തിൽ 100 രൂപ കിട്ടുന്ന 80% കേരളത്തിൽ നിന്നുണ്ടാക്കുന്ന പണമാണ്. 20% മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുള്ളൂ. വേറെ ബീഹാറിലോ മറ്റിടത്തൊക്കെ അത് 73% സെൻട്രൽ ഗവൺമെൻറ് നിന്നാണ് വരുന്നത്. സ്റ്റേറ്റ് വളരെ കുറച്ചുള്ളൂ. കേരളം ആർജിച്ച നേട്ടങ്ങളുടെ ഫലമാണ്. ഈ നേട്ടങ്ങളുടെ ഫലം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അവിടെയാണ് ഇപ്പോഴത്തെ ഡിസ്കഷൻ്റെ പ്രധാനം. ലോകത്ത് തൊഴിൽ കമ്പോളത്തിൽ തൊഴിലിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു.
എവിടെ ഇരുന്നും ജോലി ചെയ്യാവുന്ന അവസരം വരുന്നു. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. സർക്കാർ എന്താ ചെയ്തത്? ഇന്ത്യയിൽ ആദ്യമായി, എനിക്ക് തോന്നുന്നു ലോകത്താദ്യമായിട്ട് ഇൻ്റർനെറ്റ് അവകാശമായി പൗരൻ്റെ അവകാശമായി പ്രഖ്യാപിച്ചത് കേരള സർക്കാരാണ്. ഇൻ്റർനെറ്റിൻ്റെ പെനട്രേഷൻ 100-ൽ 88 പേർക്കും മൊബൈൽ ഫോൺ മലയാളിയുടെ പക്കലുണ്ട്. ഞാൻ അക്ഷയ മൂവ്മെൻറ്റിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആളെന്ന നിലയിൽ അന്ന് 2000-ങ്ങളിൽ ഒരു ഇൻ്റർനെറ്റും ഇല്ലാത്ത സമയത്ത് മലപ്പുറത്ത് അക്ഷയ സെൻറ്ററുകൾ തുടങ്ങി കേരളത്തിലേക്ക് മുഴുവൻ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ആളെന്ന നിലയിൽ എനിക്ക് പറയും ഈ ഡിജിറ്റൽ പെനട്രേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സർക്കാർ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ലോകത്തെ തൊഴിൽ കമ്പോളത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് കേരളത്തെ മാറ്റാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച വയനാടിലെ സ്ഥലത്താവാം, അത് ചാലക്കുടിയിലായിരിക്കാം, കാസർഗോഡായിരിക്കാം, ഇവിടെങ്ങളിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിലാണ് 56ഓളം പിന്നെ 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അത് വെറുതെ ഒന്നുമല്ല വരുന്നത്, ഇവിടെയൊക്കെ ഇരുന്ന് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 66ഓളം മാളുകളുണ്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നു. ഇത് കേരളം ഒരു സാധാരണ രീതിയിലുള്ള നമ്മൾ 1-2 മറ്റു സംസ്ഥാനങ്ങളൊക്കെ കൊണ്ട് പറയുന്നതല്ല, കേരളം മൊത്തത്തിലായിട്ട് ഒരു നഗരത്തിൻ്റെ സ്വഭാവം കൈവരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ദൃശ്യമാകുന്നത്, നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കൂ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. എനിക്ക് തോന്നുന്നു 1 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ മാറ്റം ദൃശ്യമാകും. അതിനനുസരിച്ച് ഈ ഓരോ പരിസരത്തിലും പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരും. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ലോകത്തിൻ്റെ മാറ്റം, ഈ തൊഴിൽ കമ്പോളത്തിലുള്ള മാറ്റങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കഴിയുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയായിരിക്കും. അത് വെറുതെ സംഭവിച്ചല്ല, ഞാൻ അടിവരയിട്ട് അത് പിന്തുണയ്ക്കുന്നു. പ്രതിഭേട്ടനെ പോലുള്ള ജനകീയ പക്ഷത്തു നിന്ന് കാര്യങ്ങളെ കൊണ്ടുവന്ന് നോക്കിക്കണ്ട് ഡിജിറ്റൽ ടെക്നോളജിയെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള സർക്കാർ എടുത്ത കോൺഷ്യസ് ഡിസിഷൻ്റെ കൂടിയ ഫലമാണത്. ഓക്കെ, അപ്പോൾ പ്രതിഭേട്ടൻ പറയുന്നു ഇവിടുത്തെ കുട്ടികളെ നമ്മൾ പുറത്തു പോയി പഠിക്കുവാൻ നമ്മൾ ഇൻസ്പയർ ചെയ്തു. അത് സമൂഹത്തിൻ്റെ ഒരു മാറ്റമാണ്, അവർക്ക് എല്ലാം പ്രാപ്യമായി കഴിഞ്ഞു. അതേപോലെ MP റിയാസ് പറയുന്നു ഇനി വേൾഡിൽ എന്ത് വേണമെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് നിന്നോ വർക്ക് ചെയ്യാം. ഞാനിതാ ഇന്നത്തെ നോട്ട്സ് പോലെ ഞാൻ മൊബൈലിൽ ഉണ്ടാക്കുന്നത്. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് നമ്മുടെ വീട്ടിൽ 5 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലെത്തും. ബിഗ് ബാസ്ക്കറ്റ് എല്ലാ സ്ഥലങ്ങളിലെത്തും. മാർക്കറ്റിലേക്ക് പോകണ്ട, കടകളിലേക്ക് പോകണ്ട. നാളത്തെ നഗരം ആരുടേതായിരിക്കും? I think it's a very tough question to answer with saying the future city belongs to XYZ. I think historically cities have belonged to many, and it's not, as I mentioned before, it's not one city. It's the collective memory of communities and people who have inhabited, left, came back. Continuous formation of a city is what we are saying, and it's not one, it is multiple. And I think that is where I want to probably take references to some of the very, very important ways in which one has looked at cities, from Italian cities which are described by Aldo Rossi, where he's talking about creation of monuments and memories and how people relate to a city through its monuments. So sometimes when we ask people, what is the memory of Trivandrum, or what is Trivandrum, because I'm more familiar with Trivandrum, they would say Secretariat. That is Trivandrum to me. Or Padmanabhaswamy Temple, which is, Trivandrum to me. Or Calicut, the first thing that comes to my mind is probably the beach. So there is a narrative of a city which to me is popular, elitist, which belongs to the governance structure, which belongs to the people who rule the city. But there is a reality of a city which is every day ഒരു അനുഭവങ്ങൾ എന്ന് പറയില്ലേ, ഓരോ ദിവസത്തെ അനുഭവങ്ങൾ. That may be different for a woman who is taking, say, 2 hours of bus from a nearby village to come to the city and offer her services, let's say in an apartment complex, to someone who is a migrant person who's coming all the way from Kolkata to stay here for 2 months and offer services to a construction industry. It could be the life of someone who is a transgender, who is trying to survive in a city. So I think every city
needs to accommodate or help people find their homes. And you feel when your identity resonates with the identity of the city, and I think that is where there is a home. So that's part one. Part two is that inhabitation of the city need not be physical in that sense. With the digital media and with the ways in which we engage with digital media, especially as I said before, Second Life is something that we have been talking about, and there are inhabitations in our meta world. I think the physical existence is part of a past or a romance of a past. And probably the future is about these dual lives where we inhabit the physical world of the city and inhabit the digital world of some city which we are in the process of making. And this duality of existence is something we as planners, designers, architects, and also people in the governing structure need to acknowledge. Because if we don't take note of this physicality of the city might at some point wither away with a generation like yours or Prathivetan's or others. And a new city might offer much more to us in the digital world than in the physical world. So I think there is a duality of existence which I think we need to talk, we need to acknowledge, and we need to try inhabit it. ഇവിടെ ഈ പറയുന്ന ഒരു സിറ്റിയുടെ ഡുവാലിറ്റി നമ്മൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ആണ് നമ്മുടെ ഒരു നഗരരൂപകൽപ്പന എന്ന് പറയുക. ഇപ്പോൾ ഈ എല്ലാവരും ഒരു ഡിജിറ്റൽ വേൾഡും കൂടെ വന്നു കഴിഞ്ഞു. കേരളം ഇപ്പോൾ ഒരു അർബൻ പോളിസി കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ആ അർബൻ പോളിസി കമ്മീഷൻ്റെ അവസാനഘട്ട റിപ്പോർട്ടിലാണ് ഇപ്പോൾ കേരള സംസ്ഥാനം നിൽക്കുന്നത്. അതായത് ഇനി അങ്ങോട്ടേക്ക് 10-25 കൊല്ലം കേരളം എങ്ങനെയാണ് ഒരു നവകേരള സൃഷ്ടി, നമ്മൾ എപ്പോഴും പത്രങ്ങൾ വായിക്കുന്നതാണ് നവകേരള സൃഷ്ടി. ഈ നവകേരള സൃഷ്ടിയിൽ ഈ അർബൻ പോളിസി കമ്മീഷൻ്റെ ഭാഗമായി, അർബൻ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങളും ഈ പറയുന്ന ഒരു ഇൻക്ലൂസിവിറ്റി എല്ലാവരെയും ചേർത്തുകൊണ്ട്, ഒരു ഡിജിറ്റൽ വേൾഡിനെയും ചേർത്തുകൊണ്ട് ഈ ഉള്ള ഒരു ഭാവി ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ മുന്നിൽ കാണുന്നുണ്ടോ? അതിൽ തന്നെ ഇത്തരമുള്ള പൊതു ഇടങ്ങൾക്കും കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലുള്ള ഈവൻസിനും അല്ലെങ്കിൽ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന പോലെ ടാഗിനും അതിനൊക്കെ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഒരു സിറ്റി എന്ന നിലയ്ക്ക്? അതായത് നമ്മുടെ സമൂഹം, വിശേഷിച്ചും പുതിയ തലമുറയെല്ലാം ഇന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറേ കൂടെ സമഗ്രതയിൽ കാണണം. അതിന് കുറച്ചുകൂടെ യൂണിവേഴ്സലായിട്ട് നമുക്ക് കാണണം. ഇപ്പോൾ ടെക്നോളജി, വിവരവിനിമയ സാങ്കേതിക വിദ്യ വന്നതോടെ, അതിൻ്റെ വലിയ വൻ വ്യാപനത്തോടെ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഇവിടെ കാലമാണല്ലോ, എല്ലാ നിലയിലും വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ പൗരന്മാർ, വിശേഷിച്ച് പുതിയ തലമുറയിൽ വരുന്നവർ, നമ്മുടെ ഒരു കോഴിക്കോട്ടുകാരാണ്. പക്ഷെ അവർ കോഴിക്കോട്ടുകാർ മാത്രമല്ല, കോഴിക്കോട്ടുകാരാകുമ്പോൾ തന്നെ അവർ വിശ്വപൗരന്മാരാണ്, യൂണിവേഴ്സൽ സിറ്റിസനാണ്. നമ്മുടെ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ യഥാർത്ഥത്തിൽ അതിന് ചില നല്ല വശങ്ങളുണ്ടാകും, പക്ഷേ അതിൻ്റെ കൂടുതലായി വരുമ്പോൾ അതിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. അത് സൃഷ്ടിക്കുന്നത് നമ്മുടെ ആളുകളെയൊക്കെ കൺസ്യൂമേഴ്സാക്കി മാറ്റുകയാണ്, ഉപഭോക്താക്കളാക്കുകയാണ്. അപ്പോൾ അത് ഇന്നൊരു ലോകത്തെ യാഥാർത്ഥ്യമാണ്, കൺസ്യൂമേഴ്സാണ്. ഈ നമുക്ക് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ, കോർപ്പറേഷൻ അല്ലെ ഏതോ അധികാരികൾ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ നമ്മുടെ പൗരന്മാരായി പരിഗണിക്കുക, സിറ്റിസൺ ആവണം, കൺസ്യൂമേഴ്സ് അല്ല, സിറ്റിസൺ എന്ന നിലയിൽ ആ ഒരു അംഗീകാരമാണ്. ആ സിറ്റിസൻ്റെ പൗരാവകാശങ്ങളും പൗരൻ്റെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ആ പൗരന്മാർ കൺസ്യൂമേഴ്സായി മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഉപഭോക്തൃ ഒരു സമൂഹത്തിൽ സംഭവിക്കുന്നൊരു കാര്യമൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ലോകത്തിലെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് വിദേശങ്ങളിലേക്ക് ജോലി അന്വേഷിച്ചോ കൂടുതൽ വിദ്യാഭ്യാസത്തിനോ പോകുമ്പോൾ അതൊരു ഗതികെട്ട് പോകാനാണെന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞത് വല്ലാതെ, അത് മാധ്യമങ്ങളാണ് അതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർ ഇവിടെ നിന്നും
അവരെ ഇന്നത്തെ ലോകാനുഭവം ഇവിടുന്ന് ലഭിക്കുന്നത് മാത്രമല്ലല്ലോ, അവരെ മുമ്പിൽ തുറന്നു വെച്ച വിജ്ഞാനത്തിൻ്റെ ലോകമുണ്ട്. തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ളതാണ് മാധ്യമങ്ങൾ പറയുന്നത്. അതെ, അവിടുന്ന് തിരിച്ചു വരാനുള്ള സാധ്യത, ആ കാര്യങ്ങളിലാണ് നമ്മൾ കുറേ കൂടെ ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. അവരുടെ സ്വപ്നം പ്രതീക്ഷകൾക്കനുസരിച്ച് എന്തൊക്കെയാണ് ഇവിടെ വേണ്ടത്, അത് നമുക്ക് ഇന്നില്ലാത്തത് നമ്മൾ വെറും ഇമോഷൻസും മാത്രം വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ചരിത്രവും നമ്മുടെ നൊസ്റ്റാൾജിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മുടെ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിനെ പോസിറ്റീവായിട്ടാണ്, ഈ നെഗറ്റീവ് ചർച്ചയിലൂടെ അല്ല അതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. പോസിറ്റീവായിട്ട് ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ഇപ്പോൾ വിദേശങ്ങളിലേക്ക്, കാനഡയിലേക്ക് പോകുന്നു, പിന്നെ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് അവിടെ ഒരു സിറ്റിസൺഷിപ്പ് എടുത്തുനിന്ന് കാണാം. പിന്നെ അവിടെ ഒരു കല്യാണം കഴിഞ്ഞ് പുരുഷനായാലും സ്ത്രീ ആയാലും അതിന് അവിടെ കൂടി, പിന്നെ അവസാനം അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ പോലും വരാൻ പറ്റുന്നില്ല. അവരുടെ പിന്നെ ശവസംസ്കാര ചടങ്ങ് ഓൺലൈനായിട്ട് അവിടെ നിന്ന് ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണുകയാണ്. എത്ര അനുഭവങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പം നമ്മളിവിടെ മാവൂർ റോഡിലെ സ്മൃതിപഥം തയ്യാറാക്കിയ പഴയ മാവൂർ റോഡിൻ്റെ ദ്രവിച്ച ശ്മശാനത്തെ സ്മൃതിപഥം എന്നത് MT ഒക്കെ നമ്മളവിടെ അല്ലേ സംസ്കരിച്ചത്. ഗംഭീരമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ശ്മശാനമാണത് സ്മൃതിപഥം. അവിടെ ലൈവ് സ്ട്രീമിംഗ് സംവിധാനമുണ്ട്. ചെറിയൊരു ഫീസ് കൊടുത്താൽ നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കാണാൻ, ഇങ്ങോട്ട് വരണമെന്നില്ല, വിദേശത്തു നിന്ന് ഉണ്ടാക്കിയിരിക്കുക. പുതിയ കാലത്തിൻ്റെ ആവശ്യം അത്, പുതിയ തലമുറയുടെ പുതിയ കാലത്തിൻ്റെ ആവശ്യം എന്ന നിലയിൽ. ആ ആവശ്യം ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ ആവുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ, പക്ഷേ അതൊരു നെസസിറ്റിയായി വന്നപ്പോൾ ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ കേരളം വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ നിലയിൽ പുരോഗതി കൈവരിച്ചു, മുന്നേറി നമ്മൾ അഭിമാനത്തോടെ പറയുന്നു. ശരിയാണ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികാസം, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണം, എല്ലാവർക്കും സൗജന്യമായിട്ട് ക്വാളിറ്റി പൊതുവായ എഡ്യൂക്കേഷൻ കിട്ടാനുള്ള ആ സാഹചര്യം. ഇനിയിപ്പോൾ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ട ഭാഗമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള കുറവുകൾ പരിഹരിക്കാൻ ഇപ്പോൾ സർക്കാർ നടത്തുന്ന ശ്രമമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ മുമ്പ് തന്നെ, പക്ഷേ എങ്കിലും നമ്മൾ ആ മുമ്പിൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനേക്കാൾ മുമ്പിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ സംതൃപ്തിയായിട്ടിരിക്കാൻ പറ്റില്ല. അവിടെ നിന്നും നമ്മൾ മുന്നേറാനുണ്ട്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഇവരവിടെ പോയി സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ, നമ്മളൊക്കെ വിദേശത്ത് പോയി എത്ര നല്ല ജോലി കിട്ടിയാലും എന്ത് കിട്ടിയാലും നമുക്ക് ഒരു ഒഴിവ് കിട്ടുമ്പോൾ, ഒരു അവധി കിട്ടുമ്പോൾ ഇങ്ങ് ഓടിയെത്താൻ, നമ്മുടെ കൂട്ടുകാർക്കിടയിലേക്ക്, കുടുംബാംഗങ്ങൾക്കിടയിലേക്ക്, നമ്മുടെ ചുറ്റുപാടിലേക്ക് ഓടിയെത്താനുള്ള വെമ്പലുണ്ടാവും നമുക്ക്. ഈ വെമ്പൽ പുതിയ തലമുറയിൽ കാണുന്നില്ല. അത് അവരെ കുറ്റമല്ല, നമ്മൾ ഒരിക്കലും അവരെ കുറ്റമെല്ലാം നമ്മളതാണ്, അവരെ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? അവർക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ബ്രേക്കായി പോയിട്ടുണ്ട്. പോകുന്നുണ്ട്. നമ്മൾ പറയുമല്ലോ, നമ്മുടെ നാടും ജനതയും ഇവിടുത്തെ സംസ്കാരവും ജീവിതവുമായിട്ടുള്ളൊരു നാഭീനാള ബന്ധം എന്നൊക്കെ പറയും, അത് ഇല്ലാതാവുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ളൊരു പ്രശ്നമാണ്. ആ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നത് നമ്മളാണ്, കൊടുക്കുന്നത് അവരാർജിക്കുന്നതിനുള്ള സിസ്റ്റം ഉണ്ടാക്കിയതോ നമ്മളാണ്. നമ്മളെന്താ പറയുന്നത്? കുട്ടികളോട് പറയുന്നു, അവനവൻ്റെ കാര്യം നോക്കിയാൽ അവനവന് നല്ലതാണ്, അല്ലേ? രക്ഷിതാവ് വീട്ടിൽ നിന്ന് പറയുന്നു, അധ്യാപകൻ ക്ലാസ് മുറിയിൽ നിന്ന് പറയുന്നു, A+, നീ അപ്പുറത്തൊന്നും നോക്കണ്ട, അടുത്ത വീട്ടിലെ കുട്ടിക്ക് എന്നെപ്പോലെ പഠിക്കാനുള്ള ശേഷിയുണ്ടോ, ഞാൻ എന്തെങ്കിലും ഒരു പെണ്ണ് കൊടുക്കേണ്ടതുണ്ടോ, സപ്പോർട്ട് ചെയ്യണ്ടോ, അങ്ങനെ ഒരു ചിന്ത പോലും അബദ്ധവശാലെങ്കിലും അവരുടെ മനസ്സിൽ അങ്കുരിക്കാതിരിക്കാൻ വളരെ ബോധപൂർവം നമ്മളെല്ലാം കൂടെ ശ്രമിക്കുകയാണ്. അടർത്തുമാറ്റി A+, ട്യൂഷൻ എല്ലാമായിട്ട്. സത്യത്തിൽ ഈ പരീക്ഷ ജയിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. ജീവിതത്തിൽ വിജയിക്കുന്ന പൗരന്മാരായിട്ട് നമ്മുടെ കുട്ടികൾ മാറണം, പരീക്ഷ ജയിക്കുന്നതിന് പകരം. അതിനുവേണ്ടി പരീക്ഷയിൽ 2 സബ്ജക്റ്റ് തോറ്റാൽ പോലും ഒരു പ്രശ്നമില്ല. മഹാപ്രതിഭകളായി വന്നവരെല്ലാം നിങ്ങൾ നോക്കും, പലരും അവരേതെങ്കിലും സബ്ജക്റ്റ് തോറ്റവർ അലസതായി നിന്നവരൊക്കെ ആയിരിക്കും. എല്ലാവരും അങ്ങനെ, ഞാനിപ്പോൾ കുട്ടികളാകെ പരീക്ഷ പഠിക്കേണ്ട അങ്ങനെയൊന്നുമല്ല, അതിന് ആ നിലയിൽ എടുക്കല്ല. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ചെയ്യണം. അവർ ഈ സ്കൂളിങ്ങിൻ്റെ കാലത്ത് ആർജിക്കേണ്ട ലൈഫ് സ്കില്ലുകൾ ആർജിക്കണം, എല്ലാം ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഒരു സ്കൂളെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സർഗ്ഗാത്മകതയ്ക്കും വളർന്നു വികസിക്കാനുള്ള അരങ്ങൊരുക്കി കൊടുക്കുന്നതായിരിക്കണം ഒരു വിദ്യാലയത്തിൻ്റെ ധർമ്മം. ഇതൊക്കെയാണ്, അത് നടക്കുന്നില്ല. ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവനവൻ്റെ കാര്യം നോക്കി അവരെ പോയി സെറ്റിൽ ചെയ്തു. അച്ഛനമ്മയുടെയും കാര്യമോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാര്യമോ നോക്കാനുള്ള ഒരു ബോധ്യത്തിലേക്കല്ല നമ്മളവരെ പഠിപ്പിച്ചത്. അങ്ങനെയാണ് അവസാനം അവർക്ക് ലൈവ് സ്ട്രീമിങ്ങിലൂടെ സംസ്കാരം കാണാനേ സമയം കിട്ടിയുള്ളൂ, അവർ സ്വന്തം കാര്യം നോക്കുകയാണ്. അപ്പോൾ ഈ ഇമോഷൻസ് പോവുകയാണ്. ഞാൻ പറയുന്നത് പുതിയ തലമുറക്ക് ആവശ്യമായിട്ടുള്ള സർവ്വ സൗകര്യങ്ങളും പിന്നെ നമ്മൾ ഒരുക്കിക്കണം. ഡിജിറ്റൽ ആയിട്ടുള്ള പിന്നെ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ 2 പേര് ആണ് നമ്മളെക്കാൾ പുതിയ തലമുറയാണ്. പുതിയ തലമുറയുടെ ആവശ്യങ്ങൾ പിന്നെ ഇമോഷണലി ഉൾക്കൊണ്ട് പറയാൻ പറ്റുന്ന ആൾക്കാർ 2 പേരൂടെ പറഞ്ഞല്ലോ. ആ പറഞ്ഞതനുസരിച്ച് എന്തൊക്കെയാണോ വേണ്ടത്, അവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ചുള്ള അനാരോഗ്യകരമായ മയക്കുമരുന്ന് ഉണ്ടാക്കി കൊടുക്കാനല്ല ഞാൻ പറയണത്.
അവർക്ക് വരുന്നുള്ള സൗകര്യം ഉണ്ടാക്കാനല്ല, ഹെൽത്തി ആരോഗ്യകരമായിട്ടൊരു സാമൂഹ്യ ജീവിതം നയിക്കാൻ പിന്നെ എല്ലാം ഉള്ള ഇവിടെ കൊടുക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു അവരെല്ലാവരും ഇവിടെ പിടിച്ചു നിർത്തുക തന്നെയാണോ വേണ്ടത്? അത് ശരിയല്ലല്ലോ. അവർ ലോകം മുഴുവൻ ലോകം കീഴടക്കട്ടെ, ലോകത്തെ നയിക്കട്ടെ, അതിനവർ പോകട്ടെ. നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ വലിയ സ്ഥാപനങ്ങളുടെ മേധാവിയായിട്ട് വരുന്നവർ, ചിലപ്പോൾ ഇവിടുന്ന് പോയവർ അവിടെ ജനപ്രതിനിധികളായും ജനനേതാക്കളായിട്ട് വരുന്നവരൊക്കെ പല വാർത്തകളും കാണുന്നില്ലേ? അതിൽ നമ്മൾ അഭിമാനിക്കുന്നതിന് പകരം ഇവർക്കെല്ലാം ഗതികെട്ടടാ അങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. മാധ്യമങ്ങൾ, ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാത്തിനെയും പിന്നെ എന്താണ് വളരെ നിഷേധാത്മകമായി കണ്ട് സർവ്വതരീതകൾ ഒന്നിലും ഒരു അഭിമാനവും ആത്മവിശ്വാസവും നമുക്ക് സമൂഹത്തിലുണ്ടാക്കാതെ നമ്മുടെ ആത്മവിശ്വാസം തകർത്ത് നമ്മളെ നിർവീര്യരാക്കുന്ന ഈ ഒരു മാധ്യമ ലോകമുണ്ട്. അവർ സൃഷ്ടിക്കുന്ന ഇമേജുകളാണിതെല്ലാം. അതുപോട്ടെ, അത് അവർക്ക് താല്പര്യങ്ങളുണ്ട്. കോർപ്പറേറ്റ് അവരുടെ ലാഭം മാത്രമാണ് അവരുടെ താല്പര്യം. കോർപ്പറേറ്റ് മുതലാളിത്താണ്. മാധ്യമ പ്രവർത്തകരല്ലോ കേട്ടോ ഞാൻ കുറ്റം. അവർ നമ്മളെപ്പോലുള്ള ആൾക്കാരാണ്. അവർ ഒരു തൊഴിലാണ് അവർക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പൊതുവായിട്ട് നമ്മൾ കാണണം, പുതിയ തലമുറയുടെ അഭിലാഷങ്ങൾക്ക് പിന്നെ രൂപം നൽകാൻ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പിന്നെ പദ്ധതികളിലും നയരൂപീകരണത്തിലും ഒക്കെ അവരുടെ വികാരം, അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യണം. ഇപ്പോൾ ഈ അർബൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ഗൗരവമായിട്ട് സർക്കാർ ഒരുപക്ഷെ പിന്നെ അതെ. അപ്പോൾ അർബൻ കമ്മീഷനെ കുറിച്ച്, അർബൻ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും യുവജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അവരുമായിട്ടും കൂടെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവരുമായിട്ട് കൂടെ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നവകേരളം എന്നുള്ളത് നമ്മളിവിടെ കുറേ നേതാക്കന്മാരിരുന്നിട്ട് പിന്നെ ആവിഷ്കരിക്കുന്ന നവകേരളമല്ല. പുതിയ തലമുറയുടെ നേതാക്കന്മാർ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ പുതിയ തലമുറയുടെ ആഗ്രഹാഭിലാഷങ്ങൾ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ലോകവും സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ മുമ്പാകെ ഓഫർ ചെയ്യുന്ന ഒരുപാട് സാധ്യതകളെ നമുക്കിവിടെ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിനെ ഒരു നവകേരള സങ്കല്പ രൂപീകരണം ഒരു അർത്ഥത്തിൽ ഇനിയും ഏതും അതിനോട് ആഡ് ചെയ്യാം. അത് ഈ പറഞ്ഞ ലിനക്സ് ഫ്രീ സോഫ്റ്റ്വെയർ പോലെയാണ്. സോഴ്സ് കോഡ് നിങ്ങളുടെ കയ്യിൽ, അങ്ങക്ക് ഏതും ആഡ് ചെയ്യാം. അല്ലാതെ മറ്റേ മൈക്രോസോഫ്റ്റ് പോലെയല്ല. അത് മുതലാളിയുടേതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അകത്ത്. അവൻ്റെ ഇഷ്ടത്തിലേ ചെയ്യാൻ പറ്റും. ഫ്രീ സോഫ്റ്റ്വെയറിന് എന്താ, സോഴ്സ് കോഡ് സമൂഹത്തിനാണ്. നിങ്ങൾക്ക് ആശയങ്ങൾ അതിനകത്ത് സോഫ്റ്റ്വെയർ ആഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ആശയങ്ങൾ ഈ നവകേരള സങ്കല്പത്തിൽ ഓരോരുത്തർക്കും ആഡ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ജനാധിപത്യപരമായ നിലയിലുള്ള ഇതാണ് നമുക്ക് വേണ്ടത്. സമൂഹത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ ശക്തിപ്പെടുത്തുക, പിന്നെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റുകളെ നയരൂപീകരണത്തിൻ്റെ വക്താക്കളെയൊക്കെ വിമർശിക്കാനും സംവദിക്കാനും ഒക്കെയുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഇടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സമയക്കുറവുള്ള ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കണം. എത്ര നേരം ചർച്ച ചെയ്താലും ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം അത്രയും അർത്ഥവത്തമായ കാര്യങ്ങളാണ്. ഒരേ സമയം ഒരു വിശ്വനഗരമായി മാറുക, അതേസമയം സ്വത്വവും പൈതൃകവും സംരക്ഷിക്കപ്പെടുക എന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതിൽ തന്നെ ഒരു പിന്നെ 24 മണിക്കൂറിൽ ഒരു 8 മണിക്കൂറോളം ഡിജിറ്റൽ വേൾഡിൽ പിന്നെ സമയം ചെലവഴിക്കുന്ന യുവതലമുറ, ലക്ഷക്കണക്കിന് യുവജനത ഇന്ന് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേണ്ടി ഇവിടെ ബീച്ചിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് കോഴിക്കോട് എന്ന നഗരത്തിൻ്റെ ഒരു ഭാവി ഇത്തരമൊരു ഇവൻറ്റ്സിലൂടെയും ഇത്തരമൊരു ടാഗിലൂടെയും അല്ലെങ്കിൽ ഇത്തരമൊരു പ്രയത്നങ്ങളിലൂടെയും വളരെ സേഫാണെന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. ഇത് നമുക്കൊരു 5 മിനിറ്റ് കൂടെ, ഒരു 6 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അതിൽ 2-3 ചോദ്യങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ്. ആരോടാ ചോദിക്കുന്നത് കൂടെ നിങ്ങളെ ചോദ്യങ്ങൾ ചുരുക്കി പറയുകയും ആരോടാ ചോദിക്കുന്നത് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2-3 ചോദ്യങ്ങൾ എടുക്കാവുന്നതാണ്. ആരോടാ ചോദിക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷെ ചോദ്യമുണ്ട്. അതായത് ഞാനിപ്പം ബാംഗ്ലൂർ താമസിക്കുന്ന ആളാണ്. കോളേജിൽ നിന്ന് പ്ലേസ് ആയി അവിടെ 17 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാനിവിടെ ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റിയിൽ ചർച്ച ചെയ്യുമ്പം സാധാരണ ആൾക്കാർക്ക് നൊസ്റ്റാൾജിയ പൊട്ടി നിൽക്കുകയാണ് എല്ലാവർക്കും. പക്ഷേ 2 കാര്യങ്ങൾ ഇവിടെ വരാൻ അവരെ വിഷമിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് കാലാവസ്ഥയാണ്, കാരണം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന്. രണ്ടാമത്തെ ട്രാഫിക്. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ചൂടാണ്. 2 എന്താ പറയുക, ഭയങ്കര ട്രാഫിക്. ഇത് 2. അതിനെക്കുറിച്ചൊരു നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് ഫ്യൂച്ചറിലേക്ക്, കേരളത്തിലേക്ക്? എനിക്കൊന്നും ചൂടൊരു ഗ്ലോബൽ ഫിനോമിനയാണ്. ട്രാഫിക്കിനെ പറ്റി സംസാരിക്കുന്ന ഇപ്പം പ്രദീപേട്ടൻ ഇതിന് വാക്കൊരു വാക്ക് മറുപടിയല്ല. ബാംഗ്ലൂരിൽ നിന്നാണ് ട്രാഫിക്കിനെ പറ്റി ബാംഗ്ലൂരിൽ നിന്നാണ്. അല്ല, ഞാനൊരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള IT കമ്പനികളുടെ CEOമാരുടെ ഒരു മീറ്റിംഗ് കോഴിക്കോട് സൈബർ പാർക്ക് സ്ഥാപിക്കുന്ന സമയത്ത് ഞങ്ങൾ വിളിച്ചിരുന്നു. ഞാൻ അന്ന് MLA ആയിരുന്നു. എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലായിരുന്നു ആ സ്പേസ് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിളിച്ചിരുന്നു. അത് നാസ്കോമിൻ്റെ സഹായത്തോടു കൂടിയാണ് വിളിച്ചത്. US സോഫ്റ്റ്, അലയൻസ് കോൺഹിൽ, ഇപ്പോൾ അതുപോലെ IBM, VK മാത്യൂസിന്, ഇൻഫോസിസ്, ഇതിൻ്റെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഇവിടെ IT പാർക്ക് വരുമ്പോൾ കമ്പനികൾ വരണമല്ലോ നമുക്കിവിടെ.
അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ അവരുമായിട്ട് സംഭാഷണം നടത്തിയത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ബാംഗ്ലൂരൊക്കെ നിറഞ്ഞു കഴിഞ്ഞ് മടുത്തു, സാച്ചുറേറ്റഡായി. ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ കോഴിക്കോട് പോലുള്ള ഈ സെക്കൻഡ് ലെയർ സിറ്റീസിനെയാണ്. കോഴിക്കോട് ഞങ്ങൾ മനസ്സിലാക്കി, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ഹൈ സ്റ്റാൻഡേർഡ് ലിവിങ് ആണ്. ഇത് നമ്മൾ പറഞ്ഞല്ല, ഇത് കടവ് റിസോർട്ടിലിരുന്ന് ആ ഡിസ്കഷനിൽ അവർ പറഞ്ഞതാണ്. കോഴിക്കോടിന് ഒരുപാട് കുറവുകളുണ്ട്. ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനിയും നമ്മൾ പുതിയ കാലത്തിനനുസരിച്ച് നിങ്ങളുടെ മോഹത്തിനനുസരിച്ച് മെച്ചപ്പെടുത്താനുണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അവരുടെ അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സൈബർ പാർക്കിൽ കുറേ കമ്പനികൾ, പക്ഷേ വൻകിട കമ്പനികൾ ഇനിയും വരാനുണ്ട്. അത് ലോകത്ത് IT ഒന്ന് ഡള്ളായി. നമ്മൾ ഈ പാർക്ക് തുറക്കുമ്പോഴത്തേക്ക് IT രംഗം ഒന്ന് ഡൗണായി. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നതിന് പ്രശ്നമുള്ളത്. പിന്നെ കണക്ടിവിറ്റിയുടെ പ്രശ്നമുണ്ട്. ട്രാഫിക്കിൻ്റെ കോഴിക്കോടിന് പ്രശ്നവും ഇവിടുത്തെ ഈ ട്രാഫിക്കിനേക്കാളേറെ എയർ കണക്ടിവിറ്റിയുടെ പ്രശ്നമാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുമെങ്കിൽ പോലും അത് ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അന്നത് അവിടെ പ്ലാൻ ചെയ്ത ആളുകളുടെ പിന്നെ ടേബിൾ ടോപ്പ് ഈ കുന്നും മുകളിൽ ഇത്തിരി വട്ടത്തിൽ എയർപോർട്ട് ഉണ്ടാക്കാൻ പോയത്. കണ്ണൂർ ഇപ്പോൾ ഉണ്ടാക്കിയത് പോലെ 2000 ഏക്കറാണ്. ഇവിടെ അതിൽ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നെ ഈ പറയുന്ന നമ്മുടെ ഇതെല്ലാം റൺവേയും ആപ്രണുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കുന്ന പ്രോസസ്സൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അത് ചെയ്യുന്നു. അതാണ് ഒരു പ്രശ്നമുള്ളത്. പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് തിരുവനന്തപുരത്തുനിന്നും കൊച്ചി ഇൻഫോ പാർക്കിൽ നിന്നും തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ നിന്നൊക്കെയുള്ള അതിലെ ടോപ്പ് ഒഫീഷ്യൽ CEO മാർക്കൊക്കെ പെട്ടെന്ന് ഇവിടെ വന്ന് പോകാൻ കഴിയണം ഈ സൈബർ പാർക്കിലേക്ക്. അതിന് ഉള്ള പ്രശ്നമുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാന ഘടകം എന്താ വെച്ചാൽ, നമ്മുടെ കേരളയിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു ടീം, എന്തുമാത്രം പിന്നെ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു കേരളയിൽ വന്നിരുന്നെങ്കിൽ. അപ്പോൾ കേരളയിൽ വരാതിരിക്കുന്നതിൻ്റെ സാഹചര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഗവൺമെൻറ് റെഡിയാണ്. ഇവിടുന്ന് കോഴിക്കോട് ഏറ്റവും മികച്ച ITക്ക് ഏറ്റവും സ്യൂട്ടബിൾ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ കാരണം, ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ പിന്നെ വീക്കെൻഡിൽ ഇതിന് വരുന്നത് എങ്ങനെയാണ് പിന്നെ സ്പെൻഡ് ചെയ്യാൻ വരുന്നത് എവിടെയാണ്? വൈത്തിരി അല്ലേ? വൈത്തിരി ഇവിടുന്ന് അതിനേക്കാൾ എടുത്തല്ലേ? അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും. പക്ഷേ മറ്റു ചില ഫെസിലിറ്റീസ് കൂടെ ഉണ്ട്. ഇപ്പം പുതിയ തലമുറ ആഗ്രഹിക്കുന്ന എന്താ പറയുക, നമ്മൾ അത്തരം കാര്യങ്ങൾ അറിയാലോ. ഞാൻ പണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഈ റോഡിൻ്റെ ക്യൂ നിൽക്കുന്നതിന് പകരം KSRTC പുതിയ തലമുറ ആഗ്രഹിക്കുന്ന ബ്രൂവറികളെ പറ്റി ഗവൺമെന്റ് തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, ബ്രൂവറിയുടെ ഇവിടെ ചെയ്യുന്ന സമയത്ത് അതും വിവാദമാവുകയാണ്. ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ പരസ്യമായിട്ട്, അതായത് നമ്മൾ ഈ ഇതുണ്ടല്ലോ ലിക്കോ വാങ്ങാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന ഒരു വളരെ ദയനീയമായ കാഴ്ചയുണ്ട്. ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ്. ദയനീയ കാഴ്ചയാണ് ആ ക്യൂ നിൽക്കുന്നത്. പേപ്പർ കൊണ്ടൊക്കെ എങ്ങനെ പിടിച്ചിട്ട് നിൽക്കുക, ഒരു അശ്ലീല കാഴ്ച. ആ KSRTC ബസ് സ്റ്റേഷൻ വലിയ കെട്ടിടം കിടക്കണം. അതിൻ്റെ അകത്ത് ഗംഭീരമായ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, ഒരു സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ച് വന്ന് വാങ്ങിച്ചോട്ടെ. ഇപ്പം ഞാൻ ഇത് സേവിക്കുന്ന ആളല്ല. ഇനി ഇവിടെ തളികയിൽ വെച്ചുകൊണ്ട് തന്നാലും ഞാനത് ഉപയോഗിക്കില്ല. അത് ഉപയോഗിക്കുന്ന ഒരു മോശം എന്നുള്ള നിലയിലല്ല, ഒരിക്കലും അല്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ്, ഞാൻ ആക്ഷേപിക്കാനും പറഞ്ഞില്ല. പക്ഷേ ആവശ്യമുള്ളവർക്ക് മാന്യമായിട്ട് വാങ്ങാൻ പറ്റില്ല, വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ വിമർശിച്ചു. അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കുറേ നമ്മുടെ സ്യൂഡോ പിന്നെ സമീപനം, ഇതുകൊണ്ടാണ് സ്വാതന്ത്ര്യം എന്ന് വേണ്ടിയ ആൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു ചോദ്യം കൂടി ഇതിനെയൊക്കെ അങ്ങനെ ആ വാചകത്തിന് എടുക്കല്ലേ, ഞാൻ ഈ പറഞ്ഞ അങ്ങനെ എടുക്കല്ല. ഞാൻ അതിൻ്റെ ഒരു പൊതു സ്പിരിറ്റ് പറഞ്ഞതാണ്. ഇങ്ങനെയാണ് കുറേ കൂടെ പിന്നെ ഫ്രീഡം ഉണ്ടാവുക. മറ്റത് വഴിയോരത്തുനിന്ന് വാങ്ങുന്നതിന് കുറച്ചുകൂടെ മാന്യമായ നിലയിൽ അതിനുള്ള സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, എൻ്റെ ചോദ്യം സാറോട് തന്നെയാണ്. ഞാൻ നഗരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നഗരങ്ങളുടെ ആർക്കിടെക്ചറിനെ കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്, ടെഡ് ഈവൻറ്റുകൾ ഉണ്ടാവില്ല, ടെഡ് ടോക്കുകൾ ഒക്കെ കേട്ടിട്ടുണ്ടാവില്ല. അതിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ബിൽഡിങ്സ് ആർ മേക്കിംഗ് പീപ്പിൾ സിക്കർ എന്ന് പറഞ്ഞിട്ട്. അതായത് ജനങ്ങളുടെ ആരോഗ്യത്തിന് അവിടുത്തെ ആർക്കിടെക്ചർ ബാധിക്കുന്നുണ്ടെന്ന് ഒരു കനേഡിയൻ സിറ്റിസനായിരുന്നു പറഞ്ഞിരുന്നത്. ആളുടെ പേര് ഞാൻ മറന്നുപോയി. അത്തരം ആർക്കിടെക്ചറുകൾ കേരളം ഇൻഡസ്ട്രിയലൈസ്ഡ് ആവുമ്പോൾ ഉണ്ടായി വരുന്നുണ്ടോ? അതെൻ്റെ ഒരു ആശങ്കയാണ്. ബിൽഡിങ്സ് ആർ മേക്കിംഗ് പീപ്പിൾ സിക്ക്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗംഭീരമായിട്ടുള്ള ചോദ്യമാണ്. ഇത് കൂടുതൽ ശക്തമായി ഉന്നയിക്കേണ്ട ചോദ്യമാണ്. ഇത് തീപിടിപ്പിക്കേണ്ട ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഗംഭീരമായ ചോദ്യം. എന്താ വെച്ചാൽ ഇതിന് എനിക്ക് പറയാൻ തുടങ്ങിയാൽ ഇപ്പോൾ ഒന്നും നിൽക്കില്ല. എൻ്റെ സമയത്തിൻ്റെ പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഇതിലൊരു പ്രശ്നം വളരെ ഞാൻ വിശ്വസിക്കുന്നൊരു ഫിലോസഫി, പൊളിറ്റിക്കൽ ഫിലോസഫി അനുസരിച്ച് ഓരോ മനുഷ്യൻ്റെയും ബോധത്തെ നിർണ്ണയിക്കുന്നത് അവൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ അവൻ്റെ മനസ്സിലെ പ്രതിഫലനമാണ് ബോധത്തെ നിർണ്ണയിക്കുന്നത്. ഭൗതിക സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ ബോധത്തിൽ മാറ്റം ഉണ്ടാകും, സമീപനത്തിൽ, മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുന്നതാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ആർക്കിടെക്ചർ ഉൾപ്പെടെ നമ്മുടെ ഇവിടെയുള്ള നിർമ്മിതികളും മറ്റൊക്കെ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ അതൊക്കെ നമ്മളെ ബാധിക്കും. അതിൻ്റെ ആസ്വാദ്യതകൾ നമ്മുടെ എലിവേറ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് നമ്മുടെ പിന്നെ മുമ്പോട്ട് നയിക്കാനോ ഉണർത്താനോ ഒക്കെ സഹായിക്കുകയും ചെയ്യും. ഇതിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ രാജഭരണകാലത്തൊക്കെ രാജാക്കന്മാരൊക്കെ ജന്മം കൊണ്ട് തന്നെ വളരെ പിന്നെ വലിയ കക്ഷികളായതുകൊണ്ട് അവർ സ്വപ്നം കാണാനും കവിതകൾ എഴുതാനും വലിയ വാസ്തുശില്പ നിർമ്മിതികളിലേക്കൊക്കെ പോകാനൊക്കെ അവർക്ക് പറ്റുമായിരുന്നു അന്നത്തെ ഏറ്റവും മികച്ച. ജനാധിപത്യ വ്യവസ്ഥയിൽ നമ്മുടെ ജനനേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർ ജനങ്ങൾക്ക് വേണ്ടി പൊരുതി പിന്നെ സ്വാതന്ത്ര്യ സമരം നയിച്ചോ മറ്റ് ജനകീയ പോരാട്ടങ്ങൾ നയിച്ചൊക്കെ വരുന്നവരാണ്. അവരിപ്പോൾ ഒരു ആർക്കിടെക്ചർ, അതിൻ്റെ അസ്തെറ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കണമെന്നില്ല. പക്ഷെ അവർ ഗംഭീര സോഷ്യൽ എഞ്ചിനീയർമാരാണ്. ഇവിടുത്തെ ഏത് IAS ഓഫീസറേക്കാളും വലിയ സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും നമ്മുടെ ഭരണാധികാരികൾ. ഏത് പാർട്ടി ആവട്ടെ, അവർ അത്രയും വലിയ അനുഭവങ്ങൾ ഡിസിഷൻ എടുക്കാൻ. പക്ഷെ അവരുടെ ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? മിക്കവാറും ചിലപ്പോൾ ഈ പറഞ്ഞ ആർക്കിടെക്ചർ, അതിൻ്റെ വിശദാംശങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നതിലുണ്ടാവും. അതിനാണ് അവർ ഹയർ ചെയ്തിട്ട് പിന്നെ ശമ്പളം കൊടുത്ത് വലിയ IAS വലിയ ഓഫീസർമാരുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ നിർത്തുന്നത്. അപ്പോൾ അങ്ങനെ നിർത്തുമ്പോൾ അവിടെ ചില കുറവുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെയും മറ്റു കാര്യങ്ങൾ സമൂഹത്തിലും വേണം ഇത് എല്ലാവരും ചെയ്യുന്നതിൽ. ഒറ്റ ഉദാഹരണം പറയാം, നിങ്ങൾ പറഞ്ഞ മാതിരി ചേർത്തുകൊണ്ട് ഇപ്പോൾ ഏറ്റവും ജനകീയമായിട്ടുള്ള പോലീസ് നയം നടപ്പാക്കുന്നു ഇവിടെ. പക്ഷേ പലപ്പോഴും പോലീസുകാർ ജനങ്ങളോട് വളരെ മോശമായി രൂക്ഷമായി സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പെരുമാറുന്നു എന്നുള്ള പരാതി കുറവ് പഴയ കാലമായിട്ട് എത്രയോ കുറവുണ്ടെങ്കിലും ഇപ്പോൾ കാണാം. അതിലൊരു പല ഘടകങ്ങളുണ്ട്. അവരുടെ ട്രെയിനിങ് സിസ്റ്റത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാം, അതിൻ്റെ ഹൈറാർക്കിയുടെ ചില പ്രശ്നം ഉണ്ടാവാം. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഈ ആർക്കിടെക്ചർ ഉണ്ടല്ലോ, അതൊരു ഘടകമാണ്. അതിൻ്റെ ശ്വാസം കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ റൂഫ്, അതിൻ്റെ പിന്നെ ഇത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ശ്വാസം പൊട്ടുന്ന സ്ഥിതി. പിന്നെ ഒരു പറവുകാരൻ നിൽക്കുന്നിടത്തൊരു ഇതുപോലെ ഒരു കോറിഡോർ ഉണ്ടാവും, അടുത്തൊരു ലോക്കപ്പ് റൂം ഉണ്ടാവും, അതിനൊരു ടോയ്ലറ്റ് ഉണ്ടാവും. മാറിയിട്ട് ലോക്കപ്പിൽ ഇരിക്കാൻ പറ്റില്ല, ഇപ്പുറത്ത് SIൻ്റെ മുറിയിലിരിക്കാൻ പറ്റില്ല. ഈ നിലയിലുള്ള ഏതൊരു മനുഷ്യനെയും വയലൻ്റ് ആക്കുന്ന ഒരു ആർക്കിടെക്ചറാണ് എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കുള്ളത്. അത് തിരുവനന്തപുരത്ത് പോലീസ് സൊസൈറ്റിയാണ്. അതെ, മനുഷ്യനെ സിക്കാക്കുകയല്ല ചെയ്യുന്നത്, മനുഷ്യനെ വയലൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത് ഈ അരോചകമായ ആർക്കിടെക്ചർ എന്നതാണ് എൻ്റെ പോയിന്റ്. ഞങ്ങളോട് യോജിക്കുകയാണ്, അടിച്ച് പുറത്ത്. അപ്പോൾ നഗര രൂപകൽപ്പനയും ആർക്കിടെക്ചറും നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഇനി മാറ്റി വെക്കാൻ പറ്റാത്ത അവിഭാജ്യ ഘടകങ്ങളാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പാനൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.